സ്വലാത്തിന്റെ കാര്യത്തിൽ എന്തിനാ നമ്മൾ മടിക്കുന്ന? ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ ഒരൊറ്റ സ്വലാത്ത്, ഒരു സ്വലാത്ത് ചൊല്ലുന്നതോടെ, ഒരൊറ്റ സ്വലാത്ത് ചൊല്ലുന്നതോടെ ഞാൻ ഇങ്ങോട്ട് വന്നപ്പോൾ ഒരു ചെറിയ കുറിപ്പെനിക്ക് കൊടുത്തു വിട്ടു. ഒരു സഹോദരി കൊടുത്തു വിട്ട കുറിപ്പാണ്. സാധാ സ്വലാത്ത് ചൊല്ലിക്കണേ, ആ സ്വലാത്ത് ചൊല്ലിക്കണേ എന്നാണ് ആ കുറിപ്പിലുള്ളത്. ആ സ്വലാത്ത് 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 അല്ലാഹുവിന്റെ ഹബീബിന്റെ പേരിലുള്ള സ്വലാത്ത്. ഇത് ചൊല്ലുന്നത് നഷ്ടക്കച്ചവടമല്ലല്ലോ മക്കളെ. ഒരു സ്വലാത്ത് ചൊല്ലുന്നതോടെ മുഹമ്മദ് മുസ്തഫ എന്ന് വിനീതനായ ഞാൻ പറയുകയും സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് കൂടെ ചൊല്ലുകയും ചെയ്യുന്നതോടെ ഒരൊറ്റ സ്വലാത്തോടുകൂടി 10 പാപങ്ങൾ പൊറുക്കപ്പെടും, 10 പാപങ്ങൾ പൊറുക്കപ്പെടും, 10 നന്മകൾ രേഖപ്പെടുത്തപ്പെടും, 10 പദവികൾ ഉയർത്തപ്പെടും, 10 കാരുണ്യം വർഷിക്കപ്പെടും. അബ്ദുന്നാസർമാന് ജയിലിൽ നിന്ന് വന്നപ്പോൾ കിട്ടിയ ഒരു ചെറിയ അറിവായിട്ടാണ് ഇത് പറയുന്നത്. പിന്നെയോ അല്ലാഹുവിന്റെ ഹബീബ് ജീവിതത്തിൽ ഒരിക്കലും കള്ളം പറയാൻ വേണ്ടി നാം വളർത്തില്ലാത്ത, കള്ളം പറയുന്നതിനെ പറ്റി ചിന്തിച്ചിട്ടില്ലാത്ത, കള്ളം പറയാൻ ഒരിക്കലും ശ്രമിച്ചിട്ടില്ലാത്ത, കള്ളം പറഞ്ഞിട്ടില്ലാത്ത സമ്പൂർണ്ണ സത്യത്തിന്റെയും സൽസ്വഭാവത്തിന്റെയും സാക്ഷാത്കാരമായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്. ഒരു സ്വലാത്ത് ചൊല്ലുന്നതോടെ റസൂലുള്ള പറയാണ് ഒരൊറ്റ സ്വലാത്ത് ഒന്ന് ചൊല്ലിയേ, സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതോടെ 10 പാപങ്ങൾ പൊറുക്കപ്പെട്ടു. റസൂലുള്ള പറഞ്ഞു വിശ്വസിക്കാൻ പറ്റൂലേ? ഹബീബായ നബി പറഞ്ഞു വിശ്വസിക്കുമല്ലോ. എന്നാൽ 10 പാപങ്ങൾ പൊറുക്കപ്പെട്ടു. തീർന്നില്ല, 10 നന്മകൾ ഏർപ്പെടുത്തപ്പെട്ടു, 10 കാര്യങ്ങൾ വർഷിക്കപ്പെട്ടു, 10 പദവികൾ ഉയർത്തപ്പെട്ടു. 40 കാര്യമായി ഇവിടെ നടന്നേ, 40 കാര്യങ്ങളായി ഇവിടെ നടന്നു. ഈ സ്വലാത്തങ്ങ് ചൊല്ലുന്നതോടെ 40 കാര്യങ്ങളായി ഇവിടെ നടക്കുന്നത്. ഈ ഒരൊറ്റ സ്വലാത്ത് കൊണ്ട് 40 അത്ഭുതങ്ങൾ നടക്കുകയാണ്. മഴ പെയ്യുന്നുണ്ടോ? 10 പാപങ്ങൾ പുറത്തപ്പെട്ടു. അതുകൊണ്ട് സ്വലാത്ത് കൊണ്ട് നമ്മൾ അത്ഭുതം സൃഷ്ടിക്കണം. മുഹമ്മദ് മുസ്തഫ സ്വലാത്ത് കൊണ്ട് ഈ രാത്രി ഇന്നലെ വരെ, ഈ കുറച്ചു മുമ്പ് വരെ ഈ മണ്ണിനുണ്ടായിരുന്ന അവസ്ഥയല്ല ഇവിടെ നമ്മളിരുന്ന് സ്വലാത്ത് ചൊല്ലുന്നതോടുകൂടി ഉണ്ടാകുന്നത്. സ്വലാത്ത് വിടുന്ന ഒരൊറ്റ സ്വലാത്തങ്ങ് ചൊല്ലുന്നതോടെ ആ സ്വലാത്തങ്ങ് ഉയർത്തപ്പെടുകയാണ്. ഈ അങ്കണത്തിന് ചുറ്റും ചൂഴ്ന്നു നിൽക്കുന്ന റഹ്മത്തിന്റെ മാലാഖമാരാ സ്വലാത്തുമായി ഉയരുകയാണ്. ഇത് വെറുതെ ഒരു കഥ പറയുന്നതല്ല, ആവേശം കയറ്റാൻ പറയുന്ന ഒരു കാര്യമല്ല. സ്വലാത്തുമായി ഉയരുകയാണ്. ഒന്നാനാകാശത്തിന്റെ വാതിലുകൾ തുറക്കപ്പെടുകയാണ്, രണ്ടാനാകാശത്തിന്റെ വാതിലുകൾ തുറക്കപ്പെടുകയാണ്, മൂന്നാനാകാശത്തിന്റെ വാതിലുകൾ തുറക്കപ്പെടുകയാണ്, 4ഉം 5ഉം 6ഉം 7ഉം ആകാശത്തിന്റെ വാതിലുകൾ തുറക്കപ്പെടുകയാണ്. അർശിൽ ചലനം കുരിശിലും ലൗഹവും കലമിലും ചലനം കൽപ്പിക്കുകയാണ്. ആ സ്വലാത്ത് ആകാശഭൂമികളുടെ സംവിധായകനായ അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ സവിധത്തിൽ ഹാജരാക്കപ്പെടുകയാണ്. എന്നിട്ട് പറയുകയാണ്, ഓരോരുത്തരും നടക്കുന്ന പരിപാടി ഇന്ന ആളിന്റെ വായിൽ നിന്ന് ഇന്ന ആള് ചൊല്ലിയ സ്വലാത്ത്, ഇന്ന പുരുഷൻ ചൊല്ലിയ സ്വലാത്ത്, ഇന്ന സ്ത്രീ ചൊല്ലിയ സ്വലാത്ത്, ആ സ്വലാത്ത് റബ്ബിന്റെ സവിധത്തിൽ ഹാജരാക്കപ്പെടുകയാണ്. നിങ്ങൾ ന്യായമായും അള്ളാഹുവിന്റെ മുമ്പിലേക്ക് മലക്കുള്ളത് കൊണ്ട് കൊടുക്കേണ്ട കാര്യമുണ്ടോ? അതൊക്കെ അള്ളാഹു വെച്ചിരിക്കുന്ന ഒരു വ്യവസ്ഥയാണ്. അതേപ്പറ്റി നമ്മൾ ആശങ്കപ്പെടേണ്ട കാര്യമില്ല. മലക്കുകൾക്ക് അതിൽ റോളുണ്ടോ ഇതോ വലിയ ഗൗരവമായ പ്രശ്നമല്ല. നമ്മൾ മെസ്സേജ് വിടുന്നു, ഫോണിൽ നിന്ന് മെസ്സേജ് വിടുന്നു, മെസ്സേജ് എല്ലാം നമ്മൾ ടൈപ്പ് ചെയ്തു, എന്നിട്ട് ഏത് നമ്പറിലേക്ക് അടിക്കേണ്ടത് ആ നമ്പരും നമ്മൾ ടൈപ്പ് ചെയ്തു, എന്നിട്ടങ്ങ് നമ്മൾ സ്വിച്ചിലേക്ക് അടിക്കുന്നു. അപ്പോഴാ എന്ന് പറഞ്ഞിട്ട് കാണിക്കുന്നു. ആ സമയത്ത് പല മൊബൈൽ ഫോണുകളിലും ഒരു കിളി ആ മെസ്സേജ് കൊണ്ട് ഇങ്ങനെ പോകുന്നതായിട്ട് കാണാൻ പറ്റും. ആ കിളിയാണോ മെസ്സേജ് കൊണ്ടുപോകുന്നത്? ഈ കിളി ഇവിടുന്ന് അപ്പുറത്തെ ഫോണിലേക്ക് പോയാൽ കിളി മെസ്സേജ് കൊണ്ട് കൊടുക്കുന്നുണ്ടോ? പക്ഷെ അതിങ്ങനെ വെച്ചിരിക്കുന്ന ഒരു സംവിധാനമാണ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് വെച്ചിരിക്കുന്ന സംവിധാനമാണ്. അല്ലാഹുവിന്റെ മലക്കുകൾക്ക് അല്ലാഹു കൊടുത്തിരിക്കുന്ന ഡ്യൂട്ടിയാണ്. ഇതെല്ലാം അല്ലാഹുവിന്റെ വ്യവസ്ഥയുടെ ഭാഗമാണ്. മലാഖമാർ അല്ലാഹുവിന്റെ മലാഖമാരി സ്വലാത്തിന്റെ സവിധത്തിൽ എത്തിച്ചിട്ട് ഈ സ്വലാത്ത് ചൊല്ലി എന്നങ്ങ് പറയുന്നതോടെ സല്ലല്ലാഹു അലൈഹി വസല്ലം
എത്തുന്നതോടെ ആ സലാത്ത് അത്ഭുതം സിദ്ധിക്കുകയാണ്. അല്ലാഹുവിന്റെ അർശിൽ ആ സലാത്ത് എത്തുകയാണ്. റബ്ബിന്റെ സന്നിധാനത്തിൽ ഹാജരാക്കപ്പെടുകയാണ്. ആ സമയം അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് 10 നന്മകൾ ആ സലാത്തിലൂടെ രേഖപ്പെടുത്തുകയാണ്. 10 പാപങ്ങൾ പൊറുക്കപ്പെടുകയാണ്. 10 കാരുണ്യം വർഷിക്കപ്പെടുകയാണ്. 10 പദവികൾ ഉയർത്തപ്പെടുകയാണ്. ഇത് മാത്രമാണോ? ആയിരക്കണക്കിന് കിലോമീറ്ററുകൾക്കപ്പുറത്ത് ഈന്തപ്പഴക്കുലകളുടെ പൂവലുകളുടെ ശുദ്ധലക്ഷായി ധരിച്ചിരിക്കുന്ന മദീന മുനവ്വറയിൽ കൊള്ളുന്ന ലോകത്തിന് കാരണക്കാരനായ പ്രാപഞ്ചിക രഹസ്യങ്ങളുടെ താക്കോൽ സൂക്ഷിപ്പുകാരനായ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് സലാം റൗളയിൽ സൃഷ്ടിക്കപ്പെടുകയാണ്. ഹബീബിന്റെ പ്രത്യഭിവാദ്യം കിട്ടുകയാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ ഉള്ളിലേക്ക് അവിടുത്തെ തിരുസവിധത്തിലേക്ക് എത്തിച്ചു കൊടുത്താൽ അല്ലാഹുവിനോട് മിണ്ടാതിരിക്കില്ല. അല്ലാഹുവിന്റെ റസൂൽ അറിയാതിരിക്കില്ല. മക്കളെ റസൂലിന്റെ പ്രത്യഭിവാദ്യം ചെയ്യാതിരിക്കില്ല. അല്ലാഹുവിന്റെ ഹബീബ് അവിടുത്തെ കല്ലറി അവിടുത്തെ അഴുവാരിയറിഞ്ഞ അവിടുത്തെ ചീഞ്ഞളിഞ്ഞ അഴുക്കുവാരിയറിഞ്ഞ വീട് തൂക്കുന്ന കൂട്ടുകൂട്ടുന്ന അഴുക്കുകൾ വാരി വാരി കൊടുത്ത വൃത്തികെട്ട ദുർഗന്ധം വമിക്കുന്ന വെള്ളം കോരി ഒഴിച്ചു കൊടുത്ത ചൂടത്തിലത് അല്ലാഹുവിന്റെ റസൂലിന്റെ തിരുശരീരത്തിലേക്ക് ഈ വൃത്തികെട്ട അഴുക്കുകൾ വാരി വാരി കൊടുത്തപ്പെട്ട് അറിയുമല്ലോ എത്രയുടെ കഥയാ. അല്ലാഹുവിന്റെ റസൂൽ നടന്നു പോകുമ്പോൾ ഒരു ദിവസം അഴുക്കൊന്നും വീഴുന്നില്ല. അല്ലാഹുവിന്റെ ഹബീബ് ചോദിക്കുകയാണ്, എവിടെ അഴുക്കറിയുന്ന എന്ന് ഈ വഴിയിലൂടെ പോയാൽ അവൾ എന്റെ ശരീരത്തേക്ക് അഴുക്കറിയാറുണ്ടല്ലോ. അഴുക്കറിയാറ് പ്രപഞ്ച സൃഷ്ടിക്ക് കാരണക്കാരനായ ശരീരത്തിലെ അഴുക്കുകാരികളുടെ പെണ്ണിനെ പറ്റി പറയുന്ന ഒരു രോഗിയായി അവളുടെ ശരീരം മൊത്തം പഴുത്ത് രോഗം കിടക്കുകയായ തന്റെ അഴുക്കുവാരിയറിഞ്ഞാൽ വൃത്തികെട്ട ദുർഗന്ധം വമിക്കുന്ന തൂന്നുകൂട്ടുന്ന വീട്ടിലായി വാരിയറിഞ്ഞ വീട്ടിലെ വൃത്തികെട്ട വെള്ളം കോരിയറിയ ആ ദൂരത്തെ കാണാൻ സുഖമില്ലോ. അവൾ എവിടെയാവുന്ന വീടെന്ന് ചോദിച്ചുകൊണ്ട് ഈ തന്നോട് നീ ക്രൂരത ചെയ്യുന്ന പെണ്ണിന്റെ വീട് അന്വേഷിച്ചു പോയി അവൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചവരുടെ രോഗം മാറ്റിയ ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അവിടുത്തെ പേരിൽ സലാത്ത് ചെല്ലുന്നവര് അവിടുത്തെ പേരിൽ സലാത്ത് ചെല്ലുന്നവര് ദിവസവും റസൂലുള്ളാഹിന്റെ ഔലാദിലേക്ക് സലാത്തിന്റെ ബൊക്കകൾ കൊടുത്തുവിടുന്നവർക്ക് സലാത്തിന്റെ പൂമാലകൾ കൊടുത്തുവിടുന്നവർക്ക് അല്ലാഹുവിന്റെ റസൂൽ പ്രതിഭിവാദിയാകുമോ? അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാ സലാത്തിന് പ്രതിഭിവാദ്യം ചെയ്യുകയാണ്. ഒരു സ്വലാത്ത് സൃഷ്ടിക്കുന്ന അത്ഭുതം എത്രയാണ്. 7 വാനത്തിനും അപ്പുറത്ത് അത്ഭുതം സൃഷ്ടിക്കുന്നു. റൗള ശരീഫിൽ അത് ചലനം സൃഷ്ടിക്കുന്നു. ചെറിയൊരു കാര്യമല്ല സ്വലാത്ത്. അതുകൊണ്ട് സ്വലാത്ത് അത് അത് നന്നായിട്ട് മുറുകെ എനിക്ക് സ്വലാത്ത്. റസൂലുള്ളാഹിന്റെ പേര് കേൾക്കുമ്പോൾ ആവേശത്തോടെ സ്വലാത്ത് മുഹമ്മദ് മുസ്തഫ സാദിഖുൽ മസ്ദൂഖായ മുഹമ്മദ് മുസ്തഫ شفيع المذنبين محمد مصطفى تاج العارفين محمد مصطفى رسول رب العالمين محمد مصطفى يا من أيده الله يا محمد مصطفى يا من زينه الله يا محمد مصطفى اختاره الله يا محمد مصطفى يا من لم يلبس الحرير يا محمد مصطفى يا من لم ينم على السرير يا محمد مصطفى يا من لم يشبع الحزن بالشعير يا محمد مصطفى കാരുണ്യത്തിന്റെ കടലായ മുഹമ്മദ് മുസ്തഫ
പ്രപഞ്ചത്തിന്റെ ഉടലായ മുഹമ്മദ് മുസ്തഫ, വിശ്വമാനവീകതയുടെ വിമോചകനായ മുഹമ്മദ് മുസ്തഫ, അടിച്ചമർത്തപ്പെട്ട അടിമവർഗത്തിന്റെ സമുദ്ധാരകനായ മുഹമ്മദ് മുസ്തഫ, അകൃത്യ പരിപ്പുറമാക്കപ്പെട്ട മാനുഷിക നിയമങ്ങളുടെ പുനഃസംവിധായകനായ മുഹമ്മദ് മുസ്തഫ, കുഴിച്ചുമൂടപ്പെട്ട സ്ത്രീത്വത്തിന്റെ പുനരുദ്ധാരകനായ മുഹമ്മദ് മുസ്തഫ, പ്രാപഞ്ചിക രഹസ്യങ്ങളുടെ താടകൾ സൂക്ഷിപ്പുകാരനായ മുഹമ്മദ് മുസ്തഫ, ആരെടുത്താലും അരത്ര വൃത്തികെട്ട പുസ്തകമേറിയാലും ഏത് വൃത്തികെട്ടവൻ എത്ര കോടികൾ വാങ്ങിച്ചാലും ഏത് വൃത്തികെട്ടവൻ സാമ്രാജ്യത്തിന്റെ നക്കാപ്പിച്ചവാണി പ്രവാചകനെ തൊടാനുള്ള ജീവിയുടെ പേരുകളിലെഴുതിക്കൊണ്ട് ചോദ്യപേപ്പറുകൾ പ്രസിദ്ധീകരിച്ചാലും ആരെന്തെല്ലാം സാഹിത്യങ്ങളിലൂടെ എഴുതിവിട്ടാലും എത്ര ആക്ഷേപിച്ചാലും ആരെത്ര മോശമായി കാണാൻ ശ്രമിച്ചാലും ലോകത്തെ കോടാനുകോടി വിശ്വാസികളുടെ ജീവന്റെ തുടിപ്പായ കാതലായ അങ്കിലെ ചോരയായ ലോകത്തെ കോടാനുകോടി മോദികളുടെ വിമോചകനായ സർവ്വപ്പെടുന്നവന്റെയും വിമോചകനായ ആരോടുള്ള സ്നേഹമാണോ ഞങ്ങൾ ഇവിടെ ഒരുമിച്ച് കൂട്ടിയിരിക്കുന്നത്? സ്നേഹമെന്ന വികാരം ഞങ്ങളുടെ വൃത്തിയിലാണോ ഞങ്ങൾ അവസാനിക്കുന്നത്? ആരുടെ അപദാനങ്ങൾ പറയുകൊണ്ടാണോ ഞങ്ങളുടെ വാക്കുകൾ ശ്രദ്ധിക്കപ്പെടുന്നത്? ആരെക്കുറിച്ചുള്ള ചിന്തയാണോ ഞങ്ങളുടെ മനസ്സിന്റെ വേദനകളകറ്റുന്നത്? ആരെക്കുറിച്ചുള്ള പ്രതീക്ഷയാണോ ഞങ്ങളെ ജീവിക്കാൻ പ്രേരിപ്പിക്കുന്നത്? ആരാണോ നാളെ ഞങ്ങളെ കൈപിടിച്ച് സ്വർഗത്തിന്റെ സോപാനത്തിലേക്ക് കൊണ്ടുപോകുന്നത്? ആ ഞങ്ങളാക്കി മാറ്റിയ ഞങ്ങളുടെ ജീവന്റെ തുടിപ്പായ കരളിന്റെ കാതലായ ഞങ്ങളുടെ ജീവൻ ഞങ്ങളോട് സൃഷ്ടിക്ക് വേണ്ടി കൊടുക്കാൻ തയ്യാറാകുമോ? ആർക്കു വേണ്ടി ഞങ്ങൾ രക്തസാക്ഷിയുടെ പുഞ്ചിരിയോടെ ഒഴിവാകുമോ? ആ മഹോന്നതത്തിന്റെ ഉടമയായ പ്രപഞ്ച സൃഷ്ടിക്ക് കാരണക്കാരനായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ ഈ രാത്രിയെ നമുക്ക് സ്വീകാര്യമാക്കുമാറാകട്ടെ. ആ ഹബീബായ നബിയുടെ ശഫാഅത്ത് കിട്ടുന്ന ഭാഗ്യവാന്മാരിൽ വിനീതനായ ഞാനും ബഹുമാന്യരായ നിങ്ങളും അല്ലാഹു ഉൾപ്പെടുത്തുമാറാകട്ടെ. ആ ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തൃക്കരങ്ങൾ കൊണ്ട് പരിശുദ്ധമായ ഹൗലുൽ കൗസറിലെ പാനീയം വാങ്ങി കുടിക്കാൻ അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ആ ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മരണപ്പെടുന്നതിന് മുമ്പ് നമുക്ക് ആ ദർശന സൗഭാഗ്യം നൽകി അല്ലാഹു നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ.